നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുനർജന്മം ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ്. പലരും പുനർജന്മം ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ പുനർജന്മം ഉണ്ട്. ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ ജീർണിച്ച വസ്ത്രം മാറ്റിയിട്ട് പുതിയതൊരെണ്ണം ഉടുക്കുന്നത് പോലെയാണ് ഒരു ആത്മാവ് ജീർണിച്ച ശരീരം മാറ്റിയിട്ട് വേറെ ഒരു ശരീരം സ്വീകരിക്കുന്നത്. ഈ ജന്മത്തിൽ നമ്മൾക്ക് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടിട്ട് പിന്നെ അടുത്ത ജന്മം എടുക്കും. ഒരു ആത്മാവ് അനേകായിരം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ സത്യയുഗം മുതലേ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾക്ക് മോക്ഷം കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ മോക്ഷം കിട്ടാൻ മാത്രമുള്ള കർമ്മങ്ങളൊന്നും ചെയ്ത് കാണില്ല. നമ്മളിപ്പോൾ കുറേ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. കുറേ ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ ഈ ജന്മത്തോട് കൂടിയിട്ടെങ്കിലും നമ്മൾക്ക് മോക്ഷം കിട്ടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു കലിയുഗം എന്ന് പറയുന്നത് 4,32,000 വർഷമാണ്. അതിൽ ഇപ്പോൾ വെറും 5,000 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും? എത്ര മോശമായ അവസ്ഥയായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് വെള്ളത്തിന് പോലും പണം നൽകേണ്ട ഒരു അവസ്ഥയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് വായുവിന് പോലും പണം നൽകേണ്ട അവസ്ഥയായിരിക്കും. അത്ര മോശമായ സ്ഥിതിയിലോട്ടാണ് നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മനുഷ്യന്മാരുടെ സ്വഭാവമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പല കഥകളും കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ദഹിക്കുന്നില്ല. അപ്പോൾ ഇനി മുന്നോട്ടുള്ളത് എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്? അത്രയും തീവ്രമായിരിക്കും ഈ കലീൻ്റെ കളി ഇനി അങ്ങോട്ട്. അപ്പോൾ അത്രയും മോശമായ ഒരവസ്ഥയിൽ നമ്മൾക്ക് ഇനി ജനിക്കണോ? അതോ നമ്മൾക്ക് ഇനി മോക്ഷം കിട്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടുത്തോട്ട് പോകുന്നു? എന്താ വേണ്ടത്? ഒരു ജന്മം എടുക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത മോശകർമ്മങ്ങൾക്കെല്ലാം ഫലങ്ങൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഒരു ഗർഭപാത്രത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ. ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ ശരിക്കും പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഗർഭസ്ഥ ശിശു വളർന്നു വരുന്നത് എന്നുള്ളത്. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണത്. ഒന്നാമത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണം. ഒരു ഇടുങ്ങിയ ഒരു മുറിയാണത്. അതിനുള്ളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണം. മലമൂത്ര വിസർജനമൊക്കെ അതിനുള്ളിൽ തന്നെ. ഭക്ഷണം കഴിക്കുന്നതും അതിനുള്ളിൽ തന്നെ. കീടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ശരീരത്തിലൊക്കെ ഇങ്ങനെ കടിച്ച് ഓരോ മുറിവുകളൊക്കെ ഉണ്ടാക്കുക. അത് ആ വേദന അനുഭവിക്കണം. അങ്ങനെ പല പല വേദനകൾ ആ ഗർഭപാത്രത്തിൽ ഒരു ശിശു അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മുതൽ ഒരു ആത്മാവ് അതിൻ്റെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലത് ചെയ്തിട്ട് ഞാൻ നല്ലൊരു ആത്മാവായി മാറാമെന്ന്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. നമ്മളെല്ലാം മറക്കും. പിന്നെ ഈ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വഭാവം നമ്മളെ ബാധിക്കും. നമ്മളുടെ ബന്ധുക്കളുടെ സ്വഭാവം നമ്മളെ ബാധിക്കും. നമ്മളുടെ കൂട്ടുകാരുടെ സ്വഭാവം, അങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരുടെ, നമ്മൾക്ക് കിട്ടുന്ന വിദ്യകൾ, നമ്മൾ ശേഖരിക്കുന്ന അറിവുകൾ, ഇതെല്ലാം നമ്മളുടെ സ്വഭാവത്തിനെ തന്നെ മൊത്തത്തിൽ മാറ്റും. പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മളുടെ തന്നിഷ്ടത്തിനനുസരിച്ച് നമ്മൾ നടക്കും. ചിലർ നല്ല രീതിയിലോട്ട് പോകും, ചിലർ മോശമായ രീതിയിലോട്ടും പോകും. അപ്പോൾ നല്ല രീതിയിലോട്ട് പോയിട്ട് നല്ല ദൈവവിശ്വാസമൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്ത് നല്ല രീതിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് മോക്ഷം കിട്ടും. പക്ഷേ മോശമായ രീതിയിലോട്ട് പോയാൽ പിന്നെയും അടുത്ത ജന്മം എടുക്കണം. ഇങ്ങനെ ജന്മമെടുത്ത് നമ്മൾക്ക് ഒരു അവസാനമില്ലാണ്ടായിരിക്കും. പിന്നെ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല, മൃഗവും ആവാം. ജ്ഞാനപാനയിൽ പൂന്താനം പറയുന്നത് കേട്ടിട്ടില്ലേ? എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അതു വന്നിട്ട് ഇവണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. അത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. ഇങ്ങനെ പൂന്താനം പറയേണ്ടത് കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ ജന്മമെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
അത് കപിലോപദേശം വായിച്ചാൽ തന്നെ മനസ്സിലാവും. പേടിപ്പെടുത്തുന്നൊരു അവസ്ഥയാണത്. ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ജന്മമെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും മോശമായ സ്ഥിതിയിലോട്ട് പോയി വീണ്ടും മരിച്ച് വീണ്ടും അതിൻ്റെ കർമ്മങ്ങൾ തീർക്കാനായിട്ട് പിന്നെയും ജന്മമെടുക്കണം. പിന്നെയും ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പിന്നെയും പോകണം. ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യമുള്ളത്? ഏറ്റവും ലളിതമായൊരു കാര്യം, കണ്ണനെ അങ്ങോട്ട് സ്നേഹിക്കുക. കണ്ണനെ മാത്രമല്ല കേട്ടോ, പല ദൈവങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടദൈവത്തിനെ വല്ലാണ്ട് അങ്ങോട്ട് സ്നേഹിക്കുക, അത് മാത്രം മതി. കലിയുഗത്തിൽ ഈ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിയുഗത്തിലെ മാലിന്യത്തിൽ നിന്ന് നമ്മൾക്ക് മുക്തി തരുന്ന ഒരു മന്ത്രമാണത്. അത്രയെങ്കിലും ചെയ്താൽ മതി എന്നാണ് നമ്മുടെ കണ്ണൻ പറയുന്നത്. അത് മാത്രം മതി. നിങ്ങൾ പണ്ടത്തെ സത്യയുഗത്തിൽ തപസ് ചെയ്തതുപോലെ ഒന്നും ഒരാളും തപസ് ചെയ്യണ്ട, അതൊന്നും പറയണില്ല. അന്നൊക്കെ എത്രയോ വർഷങ്ങൾ, 1000, 10,000, ലക്ഷം കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്ത ആൾക്കാരുണ്ട്. ഒന്ന് ദൈവത്തിനൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, ഒരു വരം ചോദിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടും തപസ് ചെയ്തവരുണ്ട്. അതൊന്നും ഇപ്പോൾ പറയണില്ല. പല പല ഹോമങ്ങളും യജ്ഞങ്ങളും പൂജകളും ഒക്കെ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ കാലത്ത്, ത്രേതായുഗത്തിലായാലും ദ്വാപരയുഗത്തിലായാലും. പക്ഷെ ഇപ്പോൾ അതൊന്നും ചെയ്യണ്ട, വെറും നാമം മാത്രം മതി. അതിനു പോലും ആർക്കും നേരമില്ല. ഇതിനെക്കുറിച്ചിട്ടും നമ്മുടെ പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. അത് ചിന്തിച്ച മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും, മറ്റു ദ്വീപുകൾ 6 മറ്റു ഖണ്ഡങ്ങളിൽ 8 മറ്റ് 3 യുഗങ്ങളിലുള്ളവരും മുക്തി താങ്കൾക്ക് സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാധരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇത് കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. കണ്ടോ, ഒരു പുല്ലായിട്ടെങ്കിലും ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ ഭാരത ഭൂമിയിൽ വന്ന് ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. നമ്മൾക്ക് അതിനൊരു മനുഷ്യനായിട്ട് നമ്മൾക്ക് ജനിക്കാൻ പറ്റി, ഒരു മനുഷ്യജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുക്തി പെട്ടെന്ന് കിട്ടും. എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും പഴയ പടി തന്നെ പോകുന്നത്. നല്ല വഴി നമ്മളിപ്പോഴും ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ കലിയുഗത്തിൽ വെറും നാമജപം കൊണ്ട് നമ്മൾക്ക് ദൈവത്തിന് നേടാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ സാമീപ്യം അറിഞ്ഞ ഇഷ്ടം പോലെ ഭക്തർ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. നമ്മൾ പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയതായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ അടുത്തുകൂടെ പോയതായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കണ്ണൻ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് സൂചന അവർക്ക് കിട്ടിയതായിട്ട്. ഇതെങ്ങനെ അവർക്ക് കിട്ടിയത്? അവർ തപസ് ചെയ്തിട്ടാണോ? വർഷങ്ങളോളം തപസ് ചെയ്തിട്ടാണോ അവർക്ക് കിട്ടിയത്? അല്ല, വെറും നാമജപത്തിലൂടെയാണ്. അപ്പോൾ പിന്നെ നമ്മൾക്കും കിട്ടിയില്ലേ? കണ്ണൻ്റെ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കും നാമം ചൊല്ലി നമ്മൾക്കും കിട്ടിയില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണില്ലേ കണ്ണനെ കിട്ടാൻ നമ്മൾക്ക് നാമം ജപിച്ചാൽ മതിയെന്ന്. എന്നിട്ടും എന്തേ ആരും നാമം ജപിക്കുന്നില്ല? എന്നിട്ടും എന്തേ ആർക്കും മോക്ഷം വേണ്ട? ഈ മായ എന്ന് പറയുന്നത് അത്രയും ശക്തിയേറിയതാണ്. അതിൻ്റെ പിടിയിൽ നിന്ന് ഒന്ന് വിടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കഠിനമായ കാര്യം തന്നെയാണ്. പക്ഷേ അസാധ്യമല്ല, സാധ്യമായത് തന്നെയാണത്. എളുപ്പമല്ല നമ്മൾക്ക് ഈ മായയിലൊന്നും പെടാണ്ട് നല്ല രീതിയിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമാണ്. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭയങ്കര ശ്രേഷ്ഠമായ അതാണ്. കണ്ണിനെ നമ്മൾക്ക് കിട്ടുന്നതിൽ വലുതാണോ വേറെ എന്തെങ്കിലും? ആ കണ്ണിന് നമ്മൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തുകൊണ്ട് മായയിൽ പെടാണ്ട് നമ്മൾക്ക് നല്ലത് ചെയ്തുകൂടാ? നാമം ജപിച്ചുകൂടാ? നാമജപത്തിൻ്റെ മഹിമയെ കുറിച്ചിട്ടും പൂന്താനം പറഞ്ഞിട്ടുണ്ട്. ഏത് ദിക്കിലിരിക്കലും തന്നോടെ നാവ് കൊണ്ടിതു ചൊല്ലി എന്നാകിലും, അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും, ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞതു, ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ച് ചൊല്ലുന്നു.
ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിൽ ഒക്കെ മതിയതു, തിരുനാമത്തിൽ മഹാത്മ്യമാമിതു. പിഴയാകിലും പിഴക്കേടെന്നാകിലും, തിരുവുള്ള മരുൾക ഭഗവാനി. കേട്ടോ? ഒരു നേരം നമ്മളുടെ നാവ് കൊണ്ടെങ്കിലും, അതുമല്ല അതിനു നേരമില്ലേ, വേണ്ട, കേട്ടാൽ പോലും നമ്മൾക്ക് നല്ലത് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു നേരം നമ്മൾ പറഞ്ഞിട്ട് നാമം ജപിക്കുക, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് പോയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സായുജ്യം കിട്ടുമെന്ന് പറയുന്നില്ല കേട്ടോ. നല്ല രീതിയിലോട്ട് പോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നാമം ചൊല്ലണം. കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കേൾക്കുക. നാമം ചെല്ലാൻ നേരമില്ലേ, വേണ്ട, കേൾക്കാൻ പറ്റുമെന്ന് കേൾക്കുക. നമ്മൾക്ക് കഴിയുന്നില്ല എന്നൊക്കെ കേട്ടോളൂ, അതിൻ്റെ ഫലം എന്തായാലും കിട്ടും. ഇത്രയും നിസ്സാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് ലഭിക്കാൻ ഇതെങ്കിലും ചെയ്യൂ എന്നാണ് പറയുന്നത്. കാരണം സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഉണ്ടായിരുന്ന ആൾക്കാരുടെ അത്രയും ശക്തി നമ്മളുടെ മനസ്സിന് ഇപ്പോൾ ഇല്ല. കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് ഇല്ല. അവർക്കൊക്കെ ഭയങ്കര കഴിവായിരുന്നു മായയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ. അവരെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് നല്ലോണം പറ്റുമായിരുന്നു. അതുകൊണ്ടാണല്ലോ വർഷങ്ങളോളം തപസ് ചെയ്യാൻ അവർക്ക് പറ്റുണ്ടായിരുന്നത്. അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ഈ കലിയുഗത്തിൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മൾക്കില്ല. അത്രയും തുച്ഛമായി പോയി മനുഷ്യരുടെ അവസ്ഥ. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കണ്ണൻ പറയണത്, ഒന്ന് നാമം ജപിച്ചോളൂ, ഞാൻ നിന്നെ ഈ ജനന മരണങ്ങളിൽ നിന്ന് മുക്തനാക്കാം എന്ന്. അതെങ്കിലും ചെയ്യൂ എന്നാണ് പറയണത്. നല്ല കർമ്മങ്ങളുടെ കൂടെ ഒരു പ്രാവശ്യം ഒരു നേരമെങ്കിലും നാമം ജപിക്കൂ എന്നാ പറയണത്. അതിനും നേരമില്ല ആൾക്കാർക്ക്. സ്വന്തം കാര്യം ഇങ്ങനെ നോക്കി നടക്കുക, സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, സ്വന്തം സ്വന്തം സ്വന്തം, ഞാൻ എൻ്റെ എന്ന മാത്രം ചിന്ത. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടുക, പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുക. എന്നാൽ എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? അതുമില്ല. എന്തെങ്കിലും ഉണ്ടാക്കിയോ? അതുമില്ല. എന്തെങ്കിലും നേടിയോ? അതുമില്ല. പണം വേണം, നമ്മൾക്ക് ജീവിക്കാൻ പണം വേണം. പക്ഷേ അത് എനിക്ക് മാത്രം എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും വേണം. നമ്മൾക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടിയുള്ള പണം നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു അനുഗ്രഹം നമ്മൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ കഴിവില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു വകയും ഇല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്ന കുറേ ആളുകൾ വേറെയുമുണ്ട്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന പണം കൊണ്ട് അവർക്കും കൂടി ഒരു ആശ്രയമായിക്കൂടെ? കാരണം നമ്മൾക്ക് അധ്വാനിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കഴിവ് വേറൊരാൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെയും സഹായിക്കേണ്ടതില്ലേ? അതാണ് ദൈവം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നിനക്ക് ഞാൻ കഴിവ് തന്നിട്ടുണ്ട്, നീയും അവരെ സഹായിക്കൂ എന്നാണ്. കാരണം ഈ പണമൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നതല്ലല്ലോ. ആ പണം നമ്മളുടെ കയ്യിലോട്ട് എത്തണമെങ്കിൽ ദൈവാനുഗ്രഹം വേണമല്ലോ. ആ അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹം ബാക്കിയുള്ളവർക്ക് വീതിച്ച് കൊടുക്കണ്ടേ? അല്ലാണ്ട് ഏത് നേരം നാമം ജപിച്ച് മുഴുവൻ നേരം അമ്പലവും നാമവും പ്രാർത്ഥനയും പൂജകളുമായി എന്ന് വിചാരിച്ച് നമ്മൾക്ക് മോക്ഷം കിട്ടിയില്ല. നമ്മളുടെ സഹജീവികളുടെ അവസ്ഥകളും മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെയും സഹായിക്കണം. നല്ല കർമ്മങ്ങൾ, നാമം ജപം, നല്ല ചിന്ത, ഇതൊക്കെ മതി ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് മോക്ഷം കിട്ടാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രവൃത്തി, നാമജപം ഈ കലിയുഗത്തിൽ നിന്ന് മാഞ്ഞു പോയോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതെങ്കിലും ചെയ്തോളൂ, ഞാൻ വിളി കേൾക്കാം എന്ന് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് അതെങ്കിലും ചെയ്തുകൂടാ? ഈ ജന്മമരണത്തിൽ പെട്ടിങ്ങനെ കഷ്ടപ്പെടാണ്ട് നമ്മൾക്ക് മോക്ഷം കിട്ടി നമ്മൾക്ക് നമ്മുടെ കണ്ണിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴുള്ള സന്തോഷം എന്തായിരിക്കും? ആ ഒരു നമ്മുടെ ലോകത്തിലോട്ട് നമ്മൾ എവിടുന്ന് വന്നോ അവിടേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള സന്തോഷം എന്തായിരിക്കും? അതൊന്ന് അനുഭവിച്ചറിയൂ. എന്നിട്ട് നല്ല പ്രവർത്തികൾ ചെയ്യൂ, നാമം ജപിക്കൂ. മോക്ഷം നമുക്ക് എന്തായാലും കിട്ടും. എന്ന് വെച്ച് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവത്തോടു കൂടി ഒരു ആത്മാർത്ഥതയും ഇല്ലാണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ.
നമ്മൾ എന്ത് ചെയ്യണോ അത് മനസ്സറിഞ്ഞ് ചെയ്യുക. ഫലം കണ്ണൻ തന്നോളും. അങ്ങനെയല്ലേ കണ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഫലം ഇച്ഛിക്കാണ്ട് കർമ്മങ്ങൾ ചെയ്യൂ. ഫലത്തിൽ നമ്മൾക്ക് ഒരു അവകാശവുമില്ല. അത് കണ്ണൻ നോക്കുമെന്നല്ലേ കണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ നല്ല രീതിയിലോട്ട്, നല്ല വഴിയിലൂടെ പോകുക. നമ്മൾ നല്ലത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുക, നാമം ജപിക്കുക എന്ന് വിചാരിച്ച് എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്, എനിക്ക് മോക്ഷം ലഭിച്ചേ പറ്റൂ, അതുകൊണ്ടാണ് എന്നുള്ളൊരു സ്വാർത്ഥത അവിടെ പാടില്ല. മനസ്സറിഞ്ഞ് എല്ലാവരെയും സഹായിക്കുക, മനസ്സറിഞ്ഞ് നല്ലത് ചെയ്യുക. നമ്മൾ കാരണം കൊണ്ട് ഒരാൾ വേദനിക്കരുത്. അപ്പോൾ ഇനി എല്ലാവരും ഇനിയും ഘോരമായ കലിയുഗം കാണേണ്ടി വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നാമം ജപം ചെയ്ത് ഈ ജനന മരണങ്ങളിൽ നിന്ന് മുക്തരായി നമ്മുടെ കണ്ണിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.